ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ്. മെയ് മാസം 27-ാം തീയതി മുതൽ ജൂൺ മാസം 2-ാം തീയതി വരെ, അതായത് ഇന്ന് വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ്. മൊത്തം 28ഓളം റിലീസുകളാണുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ സിനിമ ഒരു ഹിന്ദി മൂവിയാണ്, ഒരു ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സ്വതന്ത്ര വീർ സർവർക്കർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. രൺബീർ ഹൂഡ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഹിന്ദി ഭാഷയിലും അതുപോലെ തന്നെ മറാഠി ഭാഷയിലായിട്ട് C5 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഫസ്റ്റ് ഒമൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, ഐറ്റ്യൂൺസ് എന്നീ OTT പ്ലാറ്റ്ഫോമിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. അടുത്തൊരു സീരീസാണ്, ഹിന്ദി സീരീസാണ്. പഞ്ചായത്ത് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 3ാമത്തെ സീസണാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ടൈഗർ ഷ്രോഫ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഗണപത് എന്ന സിനിമയാണ്. TV-യിൽ ഈ സിനിമ പ്രീമിയർ ആയിട്ട് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ HD TV റിപ്പ് അവൈലബിൾ ആണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ശ്രീരംഗ നീതുലു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ മലയാളത്തിലുള്ളൊരു സിനിമയാണ്. ജനനം 1947, പ്രണയം തുടരുന്നു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഏഷ്യാനെറ്റിൽ ഇന്ന് വൈകുന്നേരം ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ മുതൽ ഈ സിനിമയുടെ HD TV റിപ്പ് അവൈലബിൾ ആണ്, സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഒരു നൊടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തിയേറ്ററിൽ റിലീസ് ചെയ്ത് നല്ലൊരു പ്രേക്ഷകപ്രതികരണം കരസ്ഥമാക്കിയ സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ തമിഴ് തെലുങ്ക് വേർഷൻ ആഹാ തമിഴ് വഴിയും ആഹാ തെലുങ്ക് വഴിയും റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ധൂം എന്ന് പറയുന്ന മലയാള സിനിമയാണ്. നമ്മുടെ ഫഹദ് ഫാസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. യൂട്യൂബിൽ, അതായത് ഹോംബാലെ ഫിലിംസിൻ്റെ യൂട്യൂബ് ചാനൽ ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. ആപ്പിൾ TV പ്ലസിൽ ഇതിനു മുമ്പേ തന്നെ മലയാളം വന്നതാണ് ഈ സിനിമ. ഹോംബാലെ ഫിലിംസിൽ വേൾഡ് നോ ടൊബാക്കോ ഡേ ആ ഒരു ദിവസത്തിൽ, അതായത് മെയ് മാസം 31-ാം തീയതി ഹോംബാലെ ഫിലിംസിൻ്റെ യൂട്യൂബ് ചാനൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് മായവെന്ന് പറഞ്ഞ 2017 റിലീസ് ചെയ്ത സയൻസ് ഫിക്ഷൻ തമിഴ് സിനിമയായിരുന്നു. മായവെന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ തെലുങ്ക് വേർഷൻ പ്രൊജക്ട് സെഡ് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഹൗസ് ഓഫ് ലൈസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ക്രൈം ത്രില്ലർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. C5 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഗാസോലൈൻ റെയിൻബോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മുബി OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ദേ ബിഗാ സമീൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആനിമേഷൻ സീരീസ് ആണ്. ബുജ്ജി ആൻഡ് ഭൈരവ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. കൽക്കി എന്ന സിനിമയുടെ ആ ഒരു വേൾഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീരീസാണ്. തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ രണ്ട് എപ്പിസോഡ് അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഫ്രഞ്ച് മൂവിയാണ്. ഹൗണ്ട്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ആണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഡ്രാമ മിസ്റ്ററീസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. എറിക് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു ഇംഗ്ലീഷ് സീരീസ് തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡൈ ഹാർട്ട് ടു ഡൈ ഹാർട്ടർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസാണ്, ഒരു അഡൽട്ട് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഗീക്ക് ഗേൾ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. 10 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു സീരീസാണ്. അടുത്തത് ഒരു ഇന്തോനേഷ്യൻ ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ലോസ്മൻ മെലാറ്റി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്തോനേഷ്യൻ ഭാഷയിൽ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സീരീസാണ്. ഉപ്പ് പുളി കാരം എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് തമിഴ് ഭാഷയിൽ മാത്രമായി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. രമണ്ണ യൂത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഭരത്, ലാല് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം മലയാള സിനിമയായിരുന്നു ക്ഷണം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. TV റിപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓയിജ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അടുത്തൊരു മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. ചിലപ്പോൾ പെൺകുട്ടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 2019 റിലീസ് ചെയ്ത സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. അടുത്തൊരു കന്നഡ മൂവിയാണ്. O2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്.
അടുത്തത് ഗോഡ്സില -1 എന്ന് പറഞ്ഞ സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ജാപ്പനീസ് ഭാഷ കൂടാതെ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തിരുന്ന് കണ്ടു നോക്കുക. നല്ല സിനിമയാണ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തത് ഒരു തെലുങ്ക് സിനിമയാണ്. ആ ഒക്കാട്ടി അടക്കു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. എയ്ലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് സിനിമയുടെ ഡബ്ഡ് വേർഷനാണ്. നാടു എന്നാണ് സിനിമയുടെ പേര്. തമിഴ് ഡബ്ഡ് വേർഷൻ ഇതിന് മുമ്പ് തന്നെ റിലീസ് ചെയ്തതാണ്. ഇപ്പോൾ ഈ സിനിമയുടെ തെലുങ്ക്, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. ഭൂമി എന്നെ സുത്തുതേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് പൊമ്പലൈ ഒരുമൈ എന്ന് പറഞ്ഞ മലയാള സിനിമയാണ്. പൊമ്പലൈ ഒരുമൈ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ ഒരാഴ്ച റിലീസ് ചെയ്തതായിട്ടുള്ളത്. മെയ് മാസം 27-ാം തീയതി മുതൽ ജൂൺ മാസം 2-ാം തീയതി ഇന്ന് വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത് ഇത്രത്തോളം സിനിമകളും സീരീസുകളാണ്. ഏകദേശം 28ഓളം റിലീസുകളാണുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കണ്ടു. സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ അടുത്ത് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകളൊക്കെ ഏകദേശം എല്ലാ സിനിമകളും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറെ കുറേ മലയാള സിനിമകൾ കഴിഞ്ഞ ദിവസങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാം കാണാൻ പറ്റുന്നൊരു അവസരമല്ല. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.